ഒന്നല്ലോ. ആ ഗണേശേ, എന്താ വിശേഷം? സുഖം തന്നെയല്ലേ? ആ എനിക്ക് സുഖം തന്നെ ഏട്ടാ. എന്താ കാര്യം പറയേ? എന്താടാ, നിന്റെ ഭാഗത്ത് ഇപ്പോൾ എന്തെങ്കിലും പുതിയ ഫിഗർ കൈവശം ഇരിപ്പുണ്ടോ? ആ ഉണ്ടല്ലോ ഏട്ടാ. എന്ന് വേണമെന്ന് മാത്രം പറഞ്ഞാ മതി. എനിക്ക് നല്ലൊരു ഫ്രഷ് പീസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ചു വെക്കടാ പ്ലീസ്. എന്തിനാ ചേട്ടാ ഈ പ്ലീസ് ഒക്കെ? ചേട്ടൻ എപ്പ വേണമെന്ന് പറഞ്ഞാൽ മാത്രം മതി. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു വിട്ടേക്കാന്നേ. ശരി, നിന്റെ കയ്യിൽ എങ്ങനത്തെ ഫിഗർ ഉണ്ട് അതാദ്യം പറയേ. നിന്റെ കൈവശമുള്ള എല്ലാ ഫിഗേഴ്സിന്റെ ഫോട്ടോസും വാട്സപ്പ് ചെയ്യേ, ഞാൻ സെലക്ട് ചെയ്തോളാം. ആ ശരി ഏട്ടാ. ചേട്ടന് ഏത് ഏജിലുള്ളതാ വേണ്ടത്? കണ്ടാല് ഹീറോയിനെ പോലുള്ള നല്ലൊരു ഫിഗർ ആയിരിക്കണം, കാണാൻ കൊള്ളാവുന്ന പീസ് ആയിരിക്കണം. ഒന്ന് വേഗം അയച്ചതാ, ഓക്കെ അല്ലേ? ആ ശരി ഏട്ടാ. ചേട്ടന് ഞാൻ ഫോട്ടോസ് ഒക്കെ സെൻഡ് ചെയ്തേക്കാന്നേ. ചേട്ടൻ ഏതാണ് ഓക്കെ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ശരി, ഓക്കേന്നേ. ഞാൻ അയച്ചേക്കാവേ. ആ പറയടാ. ആ മഞ്ഞ കളർ കുപ്പായിട്ടിരിക്കുന്ന കുട്ടിയില്ലേ, അത് കാണാൻ കൊള്ളടാ. ആ ഫിഗറിനെ ആദ്യം പറഞ്ഞേക്കടാ. ആ ശരിയേട്ടാ, പറഞ്ഞു വിട്ടേക്കാം. ആ കാണാൻ നല്ല സുന്ദരിയാണല്ലോ. എപ്പോഴാ വിലന്നൊരു പിടിയില്ലല്ലോ, പെട്ടെന്ന് വന്ന കൊള്ളായിരുന്നു. കമ്മിങ്. ആരാ വേണ്ടത്? സാർ, ഗണേഷ് സാറാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അവൻ പറഞ്ഞയച്ചതാണോ? അകത്തേക്ക് വാ. അകത്തേക്ക് വരുന്നേ. ഇരിക്കേ. താങ്ക് യു സാർ. സാർ, ഒരുപാട് വൈകിപ്പിക്കാതെ എന്നെ പെട്ടെന്നൊന്ന് പറഞ്ഞേക്കാമോ? എന്താ ഇതൊക്കെ? ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ, പിന്നെ പെട്ടെന്ന് പോണെന്ന് പറഞ്ഞാ എന്താ ഇതൊക്കെ? അങ്ങനെയല്ല സാർ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യോ സാർ? എന്താണ് കാര്യം? എന്താണെന്ന് പറയേ. ആക്ച്വലി ഞാൻ കോളേജിൽ പഠിക്കുവോ സാർ. കോളേജിലെ ഫീസ് അടയ്ക്കാനായി ഞാൻ കഷ്ടപ്പെടുന്നത് കണ്ട് എനിക്ക് അറിഞ്ഞ ഒരാള് ഈ ജോലി ചെയ്ത ഒരുപാട് പണം കിട്ടുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് സാർ വന്നത്. ആക്ച്വലി നാളെ മുതൽ എനിക്ക് പരീക്ഷ തുടങ്ങുക. എനിക്ക് എക്സാമിന് പഠിക്കാനുണ്ട്. വേഗം പോയാലല്ലേ എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റൂ. നിങ്ങൾ മാത്രം എന്നെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞയച്ചിരുന്നെങ്കിൽ ഞാൻ പോയിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യായിരുന്നു സാർ. എന്താ മോളെ, എക്സാം ഫീസ് അടയ്ക്കാൻ വേണ്ടി ഇതുപോലത്തെ ജോലിയൊക്കെ നോക്കണോ? എനിക്ക് ഒരുപാട് വലിയ പഠിപ്പൊക്കെ പഠിച്ച് ലൈഫിൽ വലിയ പൊസിഷനിൽ എത്തണമെന്ന് ആഗ്രഹം സാർ. പക്ഷേ എന്റെ ഫാമിലിയുടെ ചുറ്റുപാടൊന്നും അത്ര പോരാ സാർ. ഞാൻ അച്ഛനില്ലാത്ത കുട്ടിയാ. എനിക്ക് എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. എന്റെ അനുജത്തിമാരെ ഞാനാ പഠിപ്പിക്കേണ്ടത്. ഈ ജോലി ഞാൻ ചെയ്താ 10,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞു. 10,000 രൂപയില് 8,000 എനിക്ക് തന്ന് 2,000 അദ്ദേഹം കമ്മീഷൻ എടുക്കുമെന്ന് പറഞ്ഞു. അതാ സാറേ ഞാൻ പെട്ടെന്ന് സമ്മതിച്ച്. നിന്റെ പഠിപ്പിന് വേണ്ടി ഇതുപോലത്തെ വൃത്തികെട്ട ജോലി ചെയ്യേണ്ട മോളെ. നിനക്ക് എത്ര എക്സാം ഫീസ് വേണമെന്ന് പറയേ, അതെല്ലാം ഞാൻ തന്നെ അടച്ചോളാം, ഓക്കെ അല്ലേ? ഒരു ജോലിയും ചെയ്യാതെ ഇങ്ങനെ കാശ് വാങ്ങുന്നത് തെറ്റല്ലേ സാർ? എനിക്ക് ഒരുമാതിരി ഉണ്ട്. അത് സാരില്ല മോളെ, നീ ആദ്യം ചെന്ന് നന്നായി പഠിക്കേ. എന്റെ ഫോൺ പേ നമ്പർ പറയേ. അമ്മൊന്ന് ചെക്ക് ചെയ്തേ. അക്കൗണ്ടിൽ വന്നു സാറേ. ശരി മോളെ, ഒരുപാട് നന്ദിയുണ്ട്. നീ ആദ്യം ചെന്ന് പഠിക്കാനുള്ള വഴി നോക്ക്. എക്സാം ഫീസ് അടച്ചേക്കേ. ശരി, ഓക്കെ സാർ. ശരി, ഇപ്പൊ നീ പഠിക്കേ.